ഈ ഫാക്ടറി ഫിനിഷിങ്, എഡ്ജ് വെൻഡിങ്, കട്ടിങ്, മൾട്ടി ബോറിങ്, ഫുൾ ഫാക്ടറി മെയ്ഡ് വർക്കുകളാണെന്ന് പലതും കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് ഈ ഫാക്ടറി മെയ്ഡ്? എങ്ങനെയാണ് ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ ചെയ്യുന്നത്? എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്? എങ്ങനെയാണ് നമ്മളത് പാക്ക് ചെയ്ത് സൈറ്റിലോട്ട് എത്തുന്നത്? അതിൻ്റെ എക്സിക്യൂഷൻ വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഫാക്ടറിക്ക് ഇത്രയും ഇമ്പോർട്ടൻറ്റ്, ഫാക്ടറി പ്രൊഡക്ഷൻ ഇത്രയും ഇമ്പോർട്ടൻറ്റ് വരുന്നതെങ്കിൽ, ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഓൾ കേരളയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രൊജക്റ്റും എപ്പോഴും നമുക്ക് പോയിട്ട് മേൽനോട്ടം വഹിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു പ്രൊജക്റ്റിലും നമ്മളുടെ ഇൻവോൾവ്മെൻറ്റ് ഇല്ലാണ്ട് ഇവിടുന്ന് ഒരു ചെറിയൊരു യൂണിറ്റ് പോലും പോകാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ നിർബന്ധമാണ്. ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മളെല്ലാ പ്രൊഡക്ഷനിലും എത്ര ചെറിയ യൂണിറ്റ് ആണെങ്കിലും വലിയ യൂണിറ്റ് ആണെങ്കിലും നമ്മൾ ചെയ്യുന്നത് എല്ലാം ഒരേപോലെ തന്നെയാണ്. അതിൻ്റെ പ്രിപ്പറേഷൻ ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ മെത്തേഡ്സും ഒരേപോലെ തന്നെയാണ്. അതായത് നമ്മൾ പ്ലൈവുഡ് ഇവിടെ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലൈവുഡിലുള്ള കംപ്ലീറ്റ് ഡസ്റ്റുകൾ, എന്തെങ്കിലും പൊടികൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഗമ്മ് അപ്ലൈ ചെയ്യും. നമ്മൾ ഉപയോഗിക്കുന്ന ഗമ്മ് എന്ന് പറയുന്നത് D3 ഗ്രേഡിലുള്ള ഗമ്മാണ്. സ്വാഭാവികമായിട്ട് ക്വാളിറ്റി കൂടുതലാണ്, വിലയും കൂടുതലാണ്. പക്ഷേ വൺസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ബോണ്ടിങ് വളരെ കൂടുതലായതുകൊണ്ട് അതിൻ്റെ പിന്നീട് നമുക്കൊരു ബബിൾസ് വരാൻ അതിനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഗമ്മ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് റോൾ ചെയ്യും. കൃത്യമായിട്ട് എല്ലാ ഭാഗങ്ങളിലോട്ടും ഒരേപോലെ ഗമ്മ് എത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് റോൾ ചെയ്യുന്നത്. ആ റോളിങ്ങിന് ശേഷം നമ്മൾ ലാമിനേഷൻ ഇതിൽ അപ്ലൈ ചെയ്യും. പിന്നീട് നമ്മൾ ഈ പ്രസ്സിങ് മെഷീനിലോട്ടാണ് നമ്മളിത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് അറ്റ് എ ടൈമിൽ ഏകദേശം ഒരു 40 പ്ലൈവുഡ് വരെ നമുക്കിതിൽ പ്രസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒരു സർട്ടൺ പെർസെൻറ്റേജ് പ്രഷർ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ സെറ്റ് ചെയ്ത് വെക്കും. ഇതിന് നമുക്കൊരു 8 hours നമുക്ക് ഇവിടെ പ്രസ്സിങ്ങിന് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും. ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഡേ ആയിരിക്കും മിക്കവാറും കട്ടിങ്ങിന് എടുക്കുക. ഇനി കട്ടിങ് മെഷീനിലോട്ട് നമുക്ക് പോവാം. പ്രസ്സിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് കട്ടിങ്ങിലോട്ടാണ്. അപ്പോൾ കട്ടിങ് മെഷീനാണ് ഈ കാണുന്നത്. 2D 3Dക്ക് അനുസരിച്ചിട്ട് നമ്മൾ കട്ടിങ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ അളവുകളും കറക്റ്റായിട്ട് നമ്മളിവിടെ ലെവൽസിന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ അതിൻ്റെ കറക്റ്റായിട്ട് ഇതിൽ കട്ടിങ്ങാണ് പിന്നെ ഇതിൽ നടക്കുന്നത്. മെഷീനിലോട്ട് വരുമ്പോൾ 2 തരത്തിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം, അതേപോലെ തന്നെ 45 ഡിഗ്രി ആംഗിളിൽ ചെരിച്ച് കട്ട് ചെയ്യണതിനും നമുക്ക് ഈ മെഷീൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പെർഫെക്ഷനും നമ്മൾ ആ കട്ടിങ് മെഷീനിൽ തന്നെ ഉപയോഗിക്കുന്നത് കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ പ്രസ്സിങ് കണ്ടു, അതുപോലെ കട്ടിങ് മെഷീനിൽ കട്ടിങ് കണ്ടു. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് എഡ്ജ് ബാൻഡ് മെഷീനിലോട്ടാണ്. നമുക്ക് പരിചയപ്പെടാം. നമ്മൾ നെക്സ്റ്റ് പരിചയപ്പെടുന്നതാണ് നമ്മുടെ എഡ്ജ് വെൻഡ് മെഷീൻ. അപ്പോൾ എഡ്ജ് വെൻഡ് മെഷീൻ്റെ പ്രത്യേകത നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നുള്ളതാണ്. എസ്പെഷ്യലി ഡോറുകൾ മെഷീനിൽ ഒട്ടിക്കുമ്പോൾ നമുക്ക് 2mm എഡ്ജ് ബാൻഡ് വരെ നമുക്ക് ഒട്ടിക്കാൻ പറ്റും. അത് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു കാരണവശാലും നമുക്കൊരു ഷാർപ്പ് ഉണ്ടാവില്ല. നമ്മളെ കൈ മുറിയാൻ അല്ലെങ്കിൽ വേറെ ഇഞ്ചുറി വരാനുള്ള സാഹചര്യമില്ല. ഇതിൽ ഉപയോഗിക്കുന്ന ഗമ്മ് വ്യത്യസ്തമാണ്. നമ്മൾ സാധാരണ ലിക്വിഡ് ആയിട്ടുള്ള ഗമ്മല്ല, നമ്മൾ സോളിഡ് ബോൾസുകളാണ് യൂസ് ചെയ്യുന്നത്. അത് ഒരു ഡിഗ്രിയിൽ ചൂടായിട്ട് വന്നിട്ടാണ്, അതിൽ മെൽറ്റായി വന്നിട്ടാണ് എഡ്ജ് ബാൻഡിങ്ങിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. അതിനുശേഷം എഡ്ജ് ബാൻഡ് നമ്മൾ എത്ര പീസുകളും വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഫുള്ളി ഓട്ടോമാറ്റഡ് ആണ്. ഇതിൽ പോയിട്ട് വരുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും. പെർഫെക്റ്റ് ആയിട്ട് വരുന്ന രീതിയിലാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക. ഇത് മോൾഡിങ് മാത്രമല്ല, ഇതിൽ നമ്മൾ ഈ മെഷീനിൽ എഡ്ജ് ബാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഇത് അടർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കില്ല. അടുത്തൊരു മെഷീൻ കാണുന്നത് മൾട്ടി ബോറിംഗ് മെഷീനാണ്. ഇത് 2 ഹെഡ് മൾട്ടി ബോറിംഗ് ആണ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിരിക്കില്ല, നമ്മളെല്ലാം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നീട് ഇതിനെ കൂട്ടി യോജിപ്പിക്കുക, അതായത് അതിന് വേണ്ടിയിട്ട് നമ്മൾ മിനി ഫിക്സ് എന്നുള്ളതാണ് കാണിക്കുക. മിനി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീനാണിത്. ഇതിൽ നമ്മൾ കൃത്യമായിട്ട് അളവുകൾ മെഷർ ചെയ്തിട്ടുണ്ടായിരിക്കും, മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നീട് ഇതിൽ ബോർ ചെയ്തെടുക്കുന്നു. നമ്മുടെ ഫാക്ടറി പ്രൊഡക്ഷനാണ് ഇപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ 4 മെഷീനാണ് മെയിനായിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ പ്രസ്സിങ്, കഴിഞ്ഞ കട്ടിങ്, എഡ്ജ് ബാൻഡിങ്, മൾട്ടി ബോറിങ്. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാക്ക് ചെയ്തിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ സൈറ്റിലോട്ട് കൊണ്ടുപോകുന്നത്. ഇതെല്ലാം ഫാക്ടറിയിൽ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ സൈറ്റിൽ നമ്മുടെ ലേബേഴ്സിന് ജസ്റ്റ് നമ്മുടെ കട്ടിങ് ലിസ്റ്റ് നോക്കി അവർക്ക് അവിടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട പരിപാടി മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും സംശയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഓൾ കേരള റേഞ്ചിൽ നമ്മൾ വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2019 മുതൽ KHD ഗ്രൂപ്പിലെ പേഡ് മെമ്പറാണ് ഞാൻ. ഇപ്പോൾ നമ്മുടെ അഡ്ഹോക് കമ്മിറ്റിയുടെ സെക്രട്ടറിയും കൂടിയാണ്. അപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വർക്കുകൾക്കും എല്ലാ കാര്യങ്ങൾക്കും എന്ത് സംശയങ്ങളെ വിളിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.